ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പോടെയാണ്. വൈകുന്നേരത്തെ 4 മണിക്ക് പലഹാരം കുട്ടികൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കാനായിട്ട് 4 മണിക്കത്തെ പലഹാരം പരിപ്പോടെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി. പിന്നെ പരിപ്പോടെ ഞാൻ പരിപ്പ് 2-3 ഗ്ലാസ് പരിപ്പ് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കായിട്ട് ഇഞ്ചിയും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇഞ്ചിയും കുരുകുരാന്ന് അരിഞ്ഞതും, പിന്നെ സവോള, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഞാനിതൊക്കെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാണ്. ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് ഞാൻ ഇടുന്നത് കാണിച്ചു തരാം. ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇടാണ്. ഞാനിത് പരിപ്പൊക്കെ വെള്ളത്തിലിടുന്നത് കാണിക്കാഞ്ഞത്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തൊക്കെ പോടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം അരച്ചത് കാണിക്കുന്നത്. 3 ഗ്ലാസ് പരിപ്പാണ് കേട്ടോ ഞാൻ ഇട്ടിരുന്നത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, ഉപ്പ്, ഇത്രയും സാധനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കുഴച്ച് കൊടുക്കണം. ഞാനെല്ലാം നേരത്തെ ചെയ്ത് വെച്ചത്, എനിക്ക് ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് നേരം വൈകി. അപ്പോൾ കുട്ടികളൊക്കെ വന്നു, അവർക്ക് ചായയുടെ സമയം വൈകിയിരിക്കുകയാണ്. വേഗം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നനച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ച എണ്ണയിലേക്ക് വീഴില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളതിങ്ങനെ കൈ നനച്ചിട്ട് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ കൈ നനച്ചു കൊടുക്കാം. കയ്യിൽ ജലാംശം ഉണ്ടാവണം. അത് ഉഴുന്നുവടയാണെങ്കിലും പരിപ്പുവടയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഉഴുന്നും മുളക് പൊടിയൊക്കെ ആണെങ്കിൽ, ഉള്ളിവടയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പം കൈ മുക്കിയില്ലാന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ കൈ മുക്കിയില്ലാന്നുണ്ടെങ്കിൽ മാവ് കൈ ഒട്ടി പിടിക്കും. നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കൈ കൊള്ളും. പ്രത്യേകിച്ചും മൈദയും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ ഒരു പരിപ്പാണ് ഇത് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യണേ. മറ്റ് സാമ്പാർ പരിപ്പ് അങ്ങനെയുള്ള തോര പരിപ്പ് എന്നൊക്കെ ഉണ്ടാക്കിയാലൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടിയില്ല. നന്നായിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടിയില്ല. നമുക്ക് വടപ്പരിപ്പ് എന്ന് പറഞ്ഞൊരു പരിപ്പാണ് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ പരിപ്പും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് പരിപ്പാണ് ഇതിനായിട്ട് എടുത്തേക്കണേ. എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യായിരിക്കും ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണേന്നൊക്കെ. പുതിയ ഒരു വേറെ പലഹാരമൊന്നും അല്ലാതെ എനിക്കറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന എന്താ എന്ന് കാണിച്ചു തരാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും തന്നെയൊക്കെ അറിയാം. പുതിയ ഡിഷൊന്നും അല്ല. എന്നാലും ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനായിട്ടൊരു വീഡിയോ എടുക്കുന്നുള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. രാവിലെ ഒന്ന് കുറച്ചു നേരം ഒരു 1-1.5 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർന്നാൽ മതി. കുതിർന്ന് നമ്മൾ വാരി വെച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വെള്ളം അധികം വേണ്ട. വെള്ളത്തിന്റെ ഒരു കുറവ് മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളം. ഇത് മൂത്ത് വരുമ്പോൾ നല്ല ചുവന്ന കളറിൽ വരുന്നുണ്ട്. നോക്കാൻ ആദ്യത്തെ കുറച്ച് താമസം എടുക്കും. ഇത് മൂക്കാൻ. രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ വേഗം വേഗം ആയിക്കോളും.
ചെറിയ ഉള്ളിയാണ് ഇതിന് നല്ലത് കേട്ടോ. ഞാൻ വേഗം അരിയാനൊക്കെ എളുപ്പത്തിന് സവോള ഇട്ടുന്നുള്ളൂ. അതിന്റെ ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളിയാണ്, ചുവന്ന ഉള്ളിയില് അത്. ഇതില് ഓരോ പരിപ്പൊക്കെ ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്നുണ്ട്, അറിയാതെ പോലെ കിടക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞ ഒരു ടേസ്റ്റ് കേട്ടോ. അത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോ എല്ലാം അറിഞ്ഞൊന്നും വരില്ല. ഇടയ്ക്ക് ഓരോ പരിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അത് വേവാതെ ഒന്നും ഇരിക്കില്ല. അതൊരു ടേസ്റ്റ് തന്നെയാണ്. അത് അങ്ങനെ പരിപ്പുവടയിൽ ഓരോന്നും അങ്ങനെ കാണണം. എന്നിട്ട് തീരെ അറിയാതെ ഇരുന്നാലും അത് നമുക്ക് കുഴച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ കിട്ടില്ല. അറിയാതെ ഇരുന്ന് അറിഞ്ഞാലേ കിട്ടുള്ളൂ. ഓരോ പരിപ്പൊക്കെ അതിൽ ഇതിലും കിടക്കുന്നത് അതൊരു രുചിയാണ്, കാണാനും ഭംഗിയാണ്. അപ്പം എല്ലാവരും അരയ്ക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. ഓരോന്ന് കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ അറിയുമ്പോൾ നന്നായിട്ട് അറിയണം. തീരെ അറിയാതിരുന്നാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി വിടുന്നു പോകും സംഭവം. ഏകദേശം അത് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എന്താ വരുന്നുണ്ട്. കളറൊക്കെ കണ്ട മാറി ബ്രൗൺ കളർ പോലെ ആയി വരുന്നുണ്ട്. പൂവാട്ടോ ഏകദേശം ഇതായിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞു വന്നുണ്ട്. ബ്രൗൺ കളർ വന്നിട്ട് കാണണ്ട. ഇതാണ് അതിന്റെ പാകം. ഇങ്ങനെ എടുത്താലും ഇതിന്റെ ഉള്ളു വെന്തിരിക്കുള്ളൂ. ഉള്ളു ഇങ്ങനെ വേവാത്ത പോലെ ഇരിക്കും. അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു ഡിഷാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു തുടക്കക്കാരിയാണ്. വീഡിയോസൊക്കെ ഇട്ട് വരുന്നുള്ളൂ. ഓരോന്നോരോന്ന് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.